അനന്തപുരി ലോക്കലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രിഡ്ജ് ബോക്സ് എങ്ങനെ ഗപ്പി ടാങ്കാക്കി എടുക്കാം എന്നൊരു രീതിയിലാണ്. അതിനായി നമ്മൾ പോകുന്നത് ഒരു വൈശാഖ് എന്ന ഒരു മേമലയിലെ ഒരു കൊച്ചു പയ്യൻ അവൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അതിലേക്കുള്ള വിഷ്വൽസിലേക്ക് നമുക്ക് പോകാം. വെച്ചാൽ ഇവൻ നമുക്ക് ഫ്രിഡ്ജ് ബോക്സ് എങ്ങനെ ഗപ്പി ടാങ്കാക്കി മാറ്റാമെന്ന് പറഞ്ഞു തരും. പിന്നെ അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ അവൻ എന്നോട് ചോദിക്കാം. എടാ, എങ്ങനെയാണ് സംഭവം ഇതിൻ്റെ ചിലവൊക്കെ? ഇത് വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ഫ്രിഡ്ജ് ബോക്സിന് തന്നെ 200 രൂപയ്ക്ക് താഴെ വില വരുന്നുള്ളൂ. ഇത് ഒട്ടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എംസിയിലാണ്. എംസിയിൽ 30 രൂപ വില വരുന്നതേ ഉള്ളൂ. ഇത്ര തന്നെയാണ് അതിൻ്റെ ചിലവ്. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ഫ്രിഡ്ജ് ബോക്സ് എങ്ങനെ നമുക്ക് ഒട്ടിക്കാമെന്നതാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു എംസിയിലാണ്. എംസിയിൽ ഇതാണ് എംസിയിൽ. ഇതൊരു 30 രൂപ വില വരുന്ന എംസിയിലാണ്. ഒരു ഫ്രിഡ്ജ് ബോക്സ് ഒട്ടിക്കാൻ ഇത് തന്നെ മതിയാകും. ഇതാണ് എംസിയിൽ പൊട്ടിച്ചെടുത്തതാണ്. ഞാൻ മുമ്പ് ഒരു ഫ്രിഡ്ജ് ബോക്സ് ഒട്ടിക്കാനായിട്ട് ഉപയോഗിച്ചതാണ്. ഇതിൻ്റെ ബാക്കിയാണിത്. ഇത്ര മതിയാകും ഈ ഫ്രിഡ്ജ് ബോക്സ് ഒട്ടിച്ചെടുക്കാൻ. എങ്ങനെയാണ് എംസിയിൽ മിക്സ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആവശ്യമുള്ള അത്ര എംസിയിൽ വേണം എടുക്കാൻ. എടുക്കുമ്പോൾ ഒരേ അളവിന് വേണം എടുക്കാൻ. ഇത് രണ്ടും ഒരുപോലെ മിക്സ് ചെയ്യണം. ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റുമാണ്. മിക്സ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഈ ഫ്രിഡ്ജ് ബോക്സ് പൊട്ടിക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ ആദ്യം ഹോളുള്ള അടുത്തത് വെച്ചങ്ങ് അടയ്ക്കുകയാണ്. ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എംസിയിൽ കുറച്ച് ഉപയോഗിച്ചാൽ മാത്രം മതിയാവും. അതിൻ്റെ ഫ്രിഡ്ജ് ബോക്സിലുള്ള വലിയ 2 ഹോളുകളും ഞാൻ കവർ വെച്ച് അടച്ചിട്ടുണ്ട്. നമുക്കിത് എംസിയിൽ വെച്ച് ഇതിൻ്റെ പുറത്ത് അടയ്ക്കാം. ഒട്ടിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഫ്രിഡ്ജ് ബോക്സ് നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കണം. പക്ഷേ എംസിയിൽ വെച്ച് അടയ്ക്കുന്നതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൻ്റെ പുറത്ത് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഒരുപാട് കട്ടി കൂട്ടിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഹോളി അടച്ചു കഴിഞ്ഞ് അടുത്തത്
അത് കഴിഞ്ഞ് കഴിഞ്ഞു. ഇപ്പോൾ പ്രധാനപ്പെട്ട ഹോളുകളെല്ലാം അടച്ചു കഴിഞ്ഞു. ഇനി ഇതൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല, എങ്കിലും തന്നെ ചെയ്യുമ്പോൾ മുഴുവനായിട്ട് ഇതും കൂടെ അങ്ങ് മൂടിയേക്കാം. ചെറിയ ചെറിയ പൊട്ടലുകളൊക്കെ അടച്ചു പോകുന്നുണ്ട്. എംസിയിൽ ഒരു ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് ഒന്ന് വെള്ളം തൊട്ട് തുടയ്ക്കാം. അപ്പോൾ കുറച്ചും കൂടെ അത് മിനുസാനുള്ളതാവും. ഇനി നമുക്ക് ഇങ്ങനെ വെള്ളം തൊട്ട് തുടച്ചെന്ന് കാണിച്ചു തരാം. കുറച്ച് വെള്ളം മതി. ഓക്കെ, ഇതിന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 3-4 മണിക്കൂർ കൊണ്ട് നല്ല സെറ്റാവും. അതിന് ശേഷം നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് ടാങ്കിൽ വെള്ളം നിറച്ചിടണം. എന്നിട്ട് അത് കളഞ്ഞതിന് ശേഷം മാത്രമേ പിന്നെ മീൻ വളർത്താനായിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇട്ടാൽ മീനിന് ചെറിയ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകാം. ഇനി ഇതിനെ ഒരു നല്ല വെയിൽ കിട്ടുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഞാൻ മുമ്പ് ഒട്ടിച്ച ഫ്രിഡ്ജ് ബോക്സിൽ കാണിച്ചു തരാം. ഞാൻ അതിലായിട്ട് ഗപ്പിയേസിനെ വളർത്താനായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ജെറ്റ് ബ്ലാക്കാണ് കിടക്കുന്നത്. ഞാൻ എൻ്റെ പാരൻസിനെ കാണിച്ചു തരാം. ഇതിൻ്റെ കുട്ടികളാണ് ഈ കാണുന്നത്. ഇതാണ് ജെറ്റ് ബ്ലാക്ക്, എൻ്റെ പാരൻസും. പിന്നെ അടുത്തതിൽ ഞാൻ ടെക്സിലോ പോയി കണ്ടിട്ടേക്കണം. ബ്രീഡിംഗ് ബോക്സിന് ചേർത്ത് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലുണ്ടല്ലോ, മണി ഒന്ന് ചെറുതായിട്ട് ഒന്ന് എനേബിൾ ചെയ്യുക.